ആഴ്ചക്കോ 1.5 മണിക്കൂർ അടുത്ത ആഴ്ചക്ക്, അതായത് 11-ാം ആഴ്ചത്തെ സർവീസിലേക്ക് 11-ാം ആഴ്ചയായിട്ട് ഞാൻ നിരന്തരമായിട്ട് സർവീസ് ചെയ്യുകയാണ്. ഇതേപോലെ വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു തവണയാണ് ഇൻ്റർനെറ്റ് ഇഷ്യൂ ഉണ്ടായത്. ഒരു പ്രശ്നകരമായ സിറ്റുവേഷൻ ആയിരുന്നു. ഒരു ലാപ്സിൻ്റെ അവസ്ഥയായതുകൊണ്ട് തന്നെ എനിക്കൊരു ബോധമില്ലായിരുന്നു. ഇൻ്റർനെറ്റ് ഉണ്ടോ മറ്റുണ്ടോ, ലാപ്ടോപ്പ് ഓഫായി, മൊത്തത്തിൽ ഭ്രാന്തായി. ആദ്യത്തിന് എന്തൊക്കെയോ ഭാഗ്യം, ഇതും കത്തിച്ച് വെള്ളത്തിൻ്റെ എന്നെ കഞ്ഞി കഴിക്കാൻ ഫയറായി പോയാൽ സമയം എന്നുള്ളൊരു ഇതാണ്. പിന്നെ കറക്റ്റ് സമയത്തിന് മീറ്റിങ്സിന് വരിക, അതുപോലെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, 5 മിനിറ്റ് മുന്നേ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിടുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഷോ ചെയ്യാതിരിക്കുക. അത് രണ്ടുമാണ് മിനിമം ലൈൻസ്. ഫോളോ ചെയ്ത് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു സർവീസ് ചെയ്യുമ്പോൾ. എനിക്ക് ഒരു വ്യക്തിയെ കാണാൻ സാധിച്ചതും പുള്ളി എന്നെ സഹായിക്കാൻ സാധിച്ചതും മാസത്തിലൂടെ എൻ്റെ ആശയം, എൻ്റെ സന്ദേശം എന്നെ സാധിച്ചതും ഇത് വലിയ സേവനത്തിലൂടെയാണ്. ഈ സേവനത്തിൻ്റെ ഏകദേശം ഒരു 1 വർഷത്തിന് മുന്നെയാണ് ഈ സേവനം തുടങ്ങിയത്. ഈ വർഷമൊക്കെ സേവനം തുടങ്ങിയിട്ട് പ്രത്യേക ശക്തിയാണ് ഇതിൻ്റെ ആത്മീയ ശക്തി എന്നെ മോചിപ്പിക്കും എന്നുള്ള ഒട്ടങ്ങനെ വിശ്വസിക്കുന്ന കാര്യം. നല്ല രീതിയിൽ സഹായിക്കുവാനായിട്ട് ആശയങ്ങൾ മുന്നോട്ട് വരുന്നത്, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള രീതിയിൽ കൂടുതൽ രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് അവരിലേക്ക് എത്താൻ തോന്നുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ. അങ്ങനെ സ്വയം എന്നെ എനിക്ക് വേണ്ടിയാണ് ഞാൻ ബാക്കി സ്ഥാപിക്കുന്നത്, അവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് അവർക്ക് പറയുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആസക്തിയുടെ കലകളൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. അതിരാവേദിക്കണം തുടങ്ങേണ്ട അവസ്ഥകളൊക്കെ വലിയ പ്രശ്നമുള്ള അവസ്ഥയായിരുന്നു. ഇൻ്റർനെറ്റ് എത്ര ഇതാണെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ കാര്യം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കണം. നാളെ ഇൻ്റർനെറ്റ് അവസാനം റീചാർജ് ചെയ്ത് വെക്കണം. അങ്ങനെയൊക്കെയാണ് ഇൻ്റർനെറ്റിനെ കുറിച്ച് പറ്റുമെങ്കിലും ഇൻ്റർനെറ്റ് 100-80 രൂപ വിചാരിച്ച് മീറ്റിങ്സിനെ കുറവാക്കാതെ ഇരിക്കുക. പ്രത്യേകം ഞാൻ ഡീൽ ചെയ്യുന്ന മീറ്റിങ്സിന് അതുപോലത്തെ മീറ്റിങ്സ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം 3 വീഡിയോകൾ അറ്റൻഡ് ശ്രമിക്കുക. ഇനി പറഞ്ഞ മോട്ടിവേഷനെ ഡെവലപ്പ് ചെയ്യുക. അതിനനുസരിച്ച് കാരണമായിട്ട് തന്നെയാണ് ഞാൻ കൂട്ടുന്നത്. അതിൻ്റെ 2-ാം അധ്യായമായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. ഗ്രൂപ്പ് പറഞ്ഞ് അതിൽ കൂട്ടമായിട്ട് മുന്നോട്ട് നയിക്കുക. അങ്ങനെയൊക്കെ നയിച്ച് കഴിയുമ്പോൾ ആ സമയത്തോടെ ഇത് സംഭവിക്കുന്നത് നോക്കാം. നിലവിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരാഴ്ച പോലും ആയിട്ടില്ല അത് കണ്ടിന്യൂ ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മുന്നോട്ട് നിൽക്കുക. തീർച്ചയായിട്ടും ഈ രാജ്യത്ത്